Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ വെച്ച് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു രീതിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി. ഞാൻ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അത് 3 ടേബിൾ സ്പൂണോളം എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്താൽ മതി. ഞാൻ ഒത്തിരി അങ്ങ് ക്രിസ്പി ആകാതെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർത്തത്. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടാവണം, നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. ആവശ്യത്തിന് നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ചുകൂടെ സവോള ചേർത്താലും ടേസ്റ്റാണ്, കുഴപ്പമില്ല. ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഏതാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകോ ക്യാപ്സിക്കമോ എന്തെങ്കിലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, സവോള മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. ഞാനൊരു വലിയ കോളിഫ്ലവർ നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് ഒരു മണിക്കൂറോളം ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ട് അതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും പച്ച നിറത്തിലെ പുഴുവൊക്കെ കാണും, കീടനാശിനി ഉണ്ടാവും. അതെല്ലാം പോകാൻ വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഉപ്പും വിനെഗറും ചേർത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് 2-3 തവണ കഴുകിയെടുക്കുക. ചെറിയ പച്ച നിറത്തിലെ പുഴുവൊക്കെ ചിലപ്പോൾ അതിനിടയിൽ കാണും. അത് നമ്മൾ വെള്ളത്തിലിടുമ്പോഴേക്കും ചൂടുവെള്ളത്തിലിടുമ്പോൾ ചത്ത് പൊങ്ങി വരും. നന്നായിട്ട് ക്ലീൻ ചെയ്ത കോളിഫ്ലവർ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കോളിഫ്ലവറിൽ നമ്മുടെ മിക്സ് എല്ലാം പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. കൈവച്ച് തിരുമ്മിയെടുത്താലും മതിയാവും.
ഇങ്ങനെ തിരുമ്മിയെടുത്ത് റെഡിയാക്കി വെക്കാം. എല്ലാ പീസിലും മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം. വേണമെന്നുണ്ടെങ്കിൽ ഇത് അരമണിക്കൂർ നമുക്ക് മസാല പിടിക്കാനായിട്ട് വെച്ചേക്കാം. അതല്ലാതെ അപ്പം തന്നെ വറുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാനൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എണ്ണയിൽ മുക്കി വറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഈ കോളിഫ്ലവറും എല്ലാം കൂടെ മിക്സ് ചെയ്തത് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാം താഴെ മുട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഒത്തിരി ഇങ്ങനെ കുന്നുപോലെ കൂട്ടി വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ കഴിവതും എല്ലാം താഴെ മുട്ടുന്ന രീതിയിലൊന്ന് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇത് കോളിഫ്ലവർ വേകുന്നവരെ നമുക്ക് ഇത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കണം. കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ഒത്തിരി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. ഈ എണ്ണയിലിരുന്ന് തന്നെ അത് വേകണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ എണ്ണയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം കൂടുതലും മുരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരല്പസമയം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ കോളിഫ്ലവറും നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കോളിഫ്ലവർ വെന്തിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് തുറക്കാം. ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തിരുന്നു. അപ്പോൾ കോളിഫ്ലവർ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വെന്തിട്ടുണ്ടെന്നുള്ളത്. ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തുറന്ന് വെച്ച് മൊരിച്ചെടുത്താൽ മതി. കോളിഫ്ലവർ ഒത്തിരി നേരം മൂടി വെച്ച് നമ്മൾ വേവിച്ചാൽ ഇത് കുഴഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം. എണ്ണയൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത അത്ര എണ്ണ മതി. ഇതിനിപ്പോൾ ഇതെങ്ങനെ തുറന്ന് വെച്ച് ഇതുപോലെ മൊരിച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഒത്തിരി അരിപ്പൊടി ചേർത്തിട്ടില്ല. ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് വരണ്ടാന്ന് ഓർത്തിട്ടാണ്. പിന്നെ മാവ് മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്താലും കോളിഫ്ലവറിലെല്ലാം നന്നായി കോട്ടായി കിട്ടും നമ്മുടെ മസാലയെല്ലാം. ഞാനത് വെള്ളം ഇച്ചിരി കുറച്ച് ചേർത്തതാണ്. കാരണം വെള്ളം കുറച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരല്പം വെള്ളം കുറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എല്ലായിടത്തും മിക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ആവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും കരുതുന്നു. താങ്ക് യു.